ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ചിക്കൻ്റെ ഒരു വെറൈറ്റി സ്നാക്സിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ചിക്കൻ ലെഗാണ് ഞാനിതിന് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ സ്റ്റിക്ക് നമുക്ക് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ ഞാൻ ജസ്റ്റ് ഉപ്പിട്ടൊന്ന് ബോയിൽ ചെയ്ത് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 വലിയ ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ്റെ കാലിൽ നിന്ന് നമുക്ക് അതിൻ്റെ മീറ്റെല്ലാം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ആ സ്റ്റിക്ക് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിനൊന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് മീറ്റെല്ലാം അതിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ എല്ലും അതിൻ്റെ ആ സൈഡിലുള്ളതെല്ലാം എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ആ സ്റ്റിക്കിനൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അത് ചെയ്യാം. അതിൻ്റെ മീറ്റെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കാം. നമുക്കതിൻ്റെ കാല് നമുക്ക് വേറെ മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ആ ചിക്കൻ്റെ മീറ്റെല്ലാം സെപ്പറേറ്റ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് അതിനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ കട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിന് ചിക്കൻ്റെ മീറ്റ് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ ലെഗ് നമുക്ക് ക്ലീൻ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അത് റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ പൊട്ടാറ്റോ നമുക്ക് നല്ലപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ കട്ലറ്റിൻ്റെ അതേ മെത്തേഡ് തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ചിക്കനൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിൽ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ കുറച്ച് ഒനിയൻ ചെറുതായി അരിഞ്ഞതും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിയെല്ലാം നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഒരു മുക്കാൽ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി നമുക്ക് മീറ്റ് ഇട്ടിട്ട് അതിലൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ കട്ലറ്റിനൊക്കെ ഉണ്ടാക്കുന്ന കൂട്ട് പോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം വെച്ച് അതൊന്ന് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ നല്ലപോലെ തണുത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് അതിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നല്ലപോലെ യോജിപ്പിച്ച് ചേർത്ത് വയ്ക്കാം നമുക്ക്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഉരുളക്കിഴങ്ങും മീറ്റെല്ലാം കൂടെ ഒന്ന് ജോയിൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ആ സ്റ്റിക്കിൽ നമുക്ക് അത് ചെയ്യാം. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ കാല് പോലെ തന്നെയാണ്, അതേ ഷേപ്പിലാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ചിക്കൻ്റെ കാല് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കാലിൻ്റെ ആ സൈഡിൽ നമുക്ക് ഇതുപോലെ കൂട്ട് റെഡിയാക്കിയിട്ടുള്ളത് ചേർത്ത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ അത് കാണുന്ന പോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേപോലെ എല്ലാ കാലും വെച്ചിട്ടും നമുക്ക് ചിക്കൻ്റെ ഡ്രം സ്റ്റിക്ക് പോലെ തന്നെ നമുക്കത് ഉരുട്ടിയെടുക്കാം. അപ്പം നല്ലപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് തിരിച്ചു മറിച്ചൊന്ന് ഉരുട്ടി കൊടുത്താൽ അത് കറക്റ്റായിട്ട് അതിൽ സ്റ്റിക്കായിട്ട് ഇരുന്നോളൂ. അപ്പോൾ ഓൾറെഡി ആ മീറ്റിൻ്റെ തന്നെ ഒരു ഓയിൽ ഇത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ഗ്ലാസ് ഇട്ടതായതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലത് ഒട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ എണ്ണമയം ഉള്ളതുകൊണ്ട് തന്നെ അത് നമുക്ക് ഈസി ആയിട്ട് അത് ഉരുട്ടിയെടുക്കാൻ കയ്യിലിട്ടിട്ട്. അപ്പോൾ അതേപോലെ എല്ലാതും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി 2 മുട്ട ഞാൻ അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും വേണം നമുക്ക്. അപ്പോൾ മുട്ട നല്ലപോലെ ഒന്ന് അടിച്ച് പതിപ്പിച്ചിട്ട് പിന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ലെഗ് ആ മുട്ടയിലൊന്ന് മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട്
ഞാനൊരു പ്ലേറ്റിൽ അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് ഒരു അരമണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല. ഒരു 15-20 മിനിറ്റ് വെച്ചാലും കുഴപ്പമില്ല. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിന് ശേഷമാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് നമുക്ക് പൊരിക്കാൻ പാകത്തിനുള്ളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ അതിൽ ഒഴിച്ചൊന്ന് ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ നല്ല ഒരു മീഡിയം ചൂടിൽ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നിട്ടിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളത് എണ്ണയിൽ ഇടുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം ഒരു സൈഡ് മാത്രം കുറച്ചൊരു ഹെവി ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് അതിങ്ങനെ വല്ലാതെ ഭയങ്കരമായ ചൂട് എണ്ണയിൽ ഇട്ടിട്ട് അങ്ങനെ പൊട്ടിപ്പോവാത്ത രീതിയിൽ ഒന്ന് പതുക്കെ സൂക്ഷിച്ചൊന്നിട്ടാൽ മതി. അപ്പോൾ ആദ്യം 3 എണ്ണമാണ് ഞാൻ ഇട്ടത്. 3 ഡ്രം സ്റ്റിക്കാണ് ഇട്ടത്. കാരണം അത് കുറച്ച് വലുപ്പമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ഇട്ടിട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് നമുക്ക് ഇളക്കാനൊക്കെ മറിച്ചിടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ 3 എണ്ണമാണ് ഞാൻ ആദ്യം ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആ പാനിൻ്റെ സൗകര്യം അനുസരിച്ച് ചെയ്യാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ മുരിഞ്ഞ് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളത് അതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം അതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ താങ്ക് യു.